എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചില ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചുള്ള ചില ആശങ്കകൾ മാത്രമാണ്. ഒരു കഥയോ കവിതയോ യാത്രാ വിവരണമോ ഒന്നുമല്ല, മറ്റൊന്നുമല്ല. നമ്മുടെ ഈ ഇന്നത്തെ ഈ ലോകത്ത് നടക്കുന്ന ചില യുദ്ധങ്ങളാണ്. യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്നറിയാം. നമ്മുടെ പത്രമാധ്യമങ്ങളിലായാലും ദൃശ്യമാധ്യമങ്ങളിലായാലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളാണ്. പക്ഷെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ മത്സരം പോലെയോ ഒരു ക്രിക്കറ്റ് മത്സരം പോലെയോ ഒക്കെ വളരെ ആവേശത്തിലാണ് അത് ചിത്രീകരിക്കുന്നതും അവരത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ യുദ്ധം ഉണ്ടാക്കുന്ന കെടുതികൾ എന്തുമാത്രമാണ് എന്ന് നമുക്ക് നമ്മുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് ഏറ്റവും നമ്മൾ ആദ്യം ഓർത്തു പോകുന്നത് നമ്മുടെ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തങ്ങളാണ്. അപ്പോൾ അതുപോലുള്ളൊരവസ്ഥയിൽ അത് ഇന്നും എത്രയോ തലമുറ കഴിഞ്ഞു പോയിട്ട് ഇന്നും അതിൻ്റെ രൂക്ഷതകളിൽ നിന്ന് നമ്മുടെ സമൂഹം ഇതുവരെയും മാറിയിട്ടില്ല. ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉള്ളതായിട്ടാണ് UN ആരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് ഭീകരമായിരുന്നു ആണവ ദുരന്തം. അപ്പോൾ അതുപോലുള്ളൊരു സംഭവം നമ്മളിപ്പോൾ ഈ ലോകത്ത് എവിടെ നടക്കുന്ന സംഭവങ്ങളായാലും അത് ലോകത്തിൽ ഏത് കോണിലുള്ള ജനതയും ബാധിക്കും എന്നുള്ളതാണ് സത്യം. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമെന്നല്ല, അതൊരു രോഗമാണെങ്കിൽ കൂടി നമ്മുടെ ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇന്ത്യയിലും മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ പടരുന്നതിന് മുമ്പ് നമ്മൾ തന്നെ പത്രങ്ങളിൽ ഒരു ചെറിയൊരു കോളത്തിലെയാണ് നമ്മളത് വായിച്ചറിഞ്ഞത്. അതായത് ചൈനയിലെ ഏതോ ഒരു തെരുവിലൊരു മാർക്കറ്റിൽ ഒരു അസുഖം വ്യാപിച്ചു, അത് കുറേ പേരൊക്കെ പടർന്നു പിടിച്ചു. പിന്നീട് അത് പല പല ഷെഡുകളിലാക്കി പല ഇതിലേക്ക് മാറ്റി, അവർ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി. അതൊക്കെ ഒരു ചെറിയ കുളത്തിലാണ് നമ്മുടെ പത്രത്തിൽ ആദ്യം കണ്ടത്. പിന്നീട് എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ ലോകം മുഴുക്കെ ഒരു ശ്മശാനമായിട്ട് മാറിയത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധമാണെങ്കിലും ഇസ്രയേലും പാലസ്തീനുമായിട്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന യുദ്ധങ്ങളായാലും ഇസ്രയേലും ഇറാനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ അടുത്ത സമയത്ത് നടന്ന യുദ്ധമായാലും ഏത് യുദ്ധമായാലും അത് ആത്യന്തികമായിട്ട് അത് ആഘാതം ഏൽപ്പിക്കുന്നത് വെറും നിഷ്കളങ്കരായ നിരപരാധികളായ സാധാരണ മനുഷ്യരെയാണ്. അവരുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത്. ഒരു ലോകത്തുള്ള ജനതയും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. സാധാരണക്കാരായ ആൾക്കാരുടെ അവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആഹാരം, മറ്റൊന്നൊരു പാർപ്പിടം. അതായത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവും, സ്വസ്ഥമായിട്ട് ജീവിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മതമായാലും ജാതിയായാലും രാജ്യങ്ങളായാലും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവിടുത്തെ ഭരണാധികാരികളും ഒക്കെ മറ്റ് സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കാനും അത് മതത്തിൻ്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും എന്തു തന്നെയായാലും. അപ്പോൾ ഇന്ന് തന്നെ ഇസ്രയേലിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൽ 200 ചില്ലാനും പേര് മരിച്ചു, ഇറാനിൽ 2000-ലധികം പേര് മരിച്ചു. ഓരോരോ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു സ്ഥലത്ത് കൂടുതൽ നാശനഷ്ടം ഉണ്ടായി, ഒരാൾ ജയിച്ചു നിൽക്കുന്നു, മറ്റൊരാൾ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നത് ആരാണ്? നമ്മൾ മനുഷ്യ സമൂഹം തന്നെയാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ലോകത്ത് നടക്കുന്ന യുദ്ധത്തിനോടുള്ള ഒരു എതിർപ്പ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പലതവണ ആലോചിച്ചതാണ്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ ചാനലിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാവുന്നു. പക്ഷെ അത് പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. കാരണം പലരും യുദ്ധത്തെ കാണുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല, ഒരിക്കലും ബാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിൻ്റെ ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ച് അറിയുന്നവർക്കേ അറിയാൻ പറ്റും. അത് ദൂരെയൊന്നുമല്ല, ഒരു മിസൈലിൻ്റെ ദൂരം എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും എത്താം. പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാനിലോ ഇസ്രായേലിലോ ഇന്ത്യയിൽ തന്നെയുള്ള ആരെങ്കിലുമോ പെട്ടെന്നൊരു നിമിഷം അവർക്ക് തോന്നാം ഒരു മിസൈൽ എന്നുള്ള രീതിയിൽ ഒരു ദുശ്ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിലും വീഴുന്നത് നിരപരാധികളുടെ മുകളിലായിരിക്കും, അല്ലേ? ഇപ്പോൾ തന്നെ ഒരു വിമാന അപകടം ഉണ്ടായി. അഹമ്മദാബാദിൽ ഒരു വിമാന അപകടം ഉണ്ടായി. ആരെങ്കിലും പ്രതീക്ഷിച്ചതാണ്? ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ അത് എന്തോ തകരാറാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തകരാറെങ്കിലും അത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് ചെന്ന് ഇടിച്ച് വീണത്. അപ്പോൾ
അതുപോലുള്ള സംഭവങ്ങൾ ഈ യുദ്ധവും ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി പറയുകയല്ല, എങ്കിലും ഇതെല്ലാം ദുരന്തങ്ങൾ തന്നെയാണ്. ഈ പാലസ്തീനിൽ ഇപ്പോൾ നമുക്ക് തോന്നും, ദിവസവും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, പാലസ്തീനിൽ ഇത്ര കുട്ടികൾ മരിച്ചു. കുട്ടികളും സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതലധികം യുദ്ധത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കൊച്ചു കുട്ടികൾ, പിഞ്ചു കുട്ടികളാണ് മരിച്ചു വീഴുന്നത്, പലപ്പോഴും അംഗവൈകല്യം സംഭവിക്കുന്നതും അനാഥരാക്കപ്പെടുന്നതും. അതുപോലെ സ്ത്രീകളും, നിരാലംബരായ സ്ത്രീകളും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒരു സമാധാനം പൂരിതമായൊരു ലോകം, അത് എന്നാൽ മാത്രമേ എല്ലായിടവും സമാധാനം ഉണ്ടാവും. ഇത് ഇന്ത്യയിലല്ലല്ലോ, ഇത് സംഭവിക്കുന്നത് ഇറാനിലും ഇസ്രായേലിലുമാണല്ലോ, അല്ലെങ്കിൽ യുക്രൈനിലാണല്ലോ, റഷ്യയിലാണല്ലോ എന്നൊന്നും കരുതി നമ്മൾ ആശ്വസിക്കരുത് ഒരിക്കലും. കാരണം അതെല്ലാം നമ്മുടെ ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം അത് ബാധിക്കും. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഇതെന്ന് പറഞ്ഞൊരു സൊസൈറ്റിയിൽ താമസിക്കുകയാണ്. നമ്മളെ വീട്, നമ്മുടെ അയൽവക്കം, അതിനപ്പുറമുള്ള ഒരു ചെറിയൊരു കലാപം, ചിലപ്പോൾ അത് ആ കലാപത്തിൻ്റെ അലയൊലികൾ നമ്മളെയും നമ്മുടെ വീടിനെയും ബാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ലോകം മുഴുക്കെ ഒരു കുടുംബം പോലെ കഴിയേണ്ടതാണ്. ആ കുടുംബത്തിൽ ഏതെങ്കിലും ഇച്ചിരി ദൂരെ മാറി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അലയൊലികൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലും അത് സംഭവിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി.